ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചിൽ പോലീസുമായി നേരിയ സംഘർഷം. പുന്ന ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹത്തോട് ചാവക്കാട് നഗരസഭ അനാദരവ് കാട്ടി എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. മാർച്ച് താലൂക്ക് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് പ്രവർത്തകർ പോലീസിനെതിരെ തിരിഞ്ഞത്. നേരിയ സംഘർഷവും ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ശേഷം ചേർന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല. ഇത് അനാദരവാണ്. ഇതൊരു മൃതദേഹത്തിനോട് കാണിച്ച അനാദരവാണ്. ആ അനാദരവിനെതിരെ നിങ്ങൾ കേസെടുക്കണം. പണ്ടിതുപോലെ അനാദരവ് കാണിച്ച് ഇവരുടെ തന്നെ പരാതിയിൽ കേസെടുത്ത ചരിത്രം ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ച ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെയും ഇതിനായി കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാത്ത ആശുപത്രി അധികൃതരുടെയും മുനിസിപ്പൽ ഭരണസമിതിയുടെയും നടപടികൾ മനുഷ്യത്വരഹിതവും ധിക്കാരപരവുമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ കേസെടുക്കണമെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിസാമിന്റെ കുടുംബത്തോട് മാപ്പ് പറയണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫദിൻരാജ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV ബദ്രുദ്ദീൻ, HM നൌഫൽ, ചാവക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു.